ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്ന ഡയബറ്റിക് അൾസറിൻ്റെ സീറ്റ് സ്റ്റോക്കിലെ 4ാമത്തെ ഇനമാണ്. അതിന് ഓഫ് ലോഡിങ് എന്ന് പറയും. നമ്മളൊരു വലിയൊരു മുറിവ് കാലിൻ്റെ പാദത്തിൻ്റെ അടിയിലുണ്ട്, സോളിൻ്റെ അകത്തൊരു നല്ല കുഴിഞ്ഞ അകത്തേക്കൊരു മുറിവാണ്. അപ്പോൾ അത് കരിക്കാനാണ് ഇന്ന് ഏറ്റവും പാട്. കാരണം ഒരു പ്രഷർ ഏരിയ. കാരണം ചിലപ്പം കാലിൻ്റെ പാദത്തിൻ്റെ ഷേപ്പ് വ്യത്യാസം വന്നായിരിക്കും. നോർമൽ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നോർമൽ ഒരു കാല് നമുക്ക് ഒരു ആർച്ചുണ്ട് കാലിന്. ഉപമാക്കപ്പോൾ മീഡിയൽ പാർട്ടിൽ ആർച്ച് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ലാറ്ററൽ പാർട്ടിലെ പുറം ഭാഗത്ത് ഒരു ഫ്ലാറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആർച്ച് വെച്ച് നമ്മൾ നടക്കുമ്പോൾ അത് നമ്മൾ ഉപ്പൂറ്റി ചവിട്ടി, അത് കഴിഞ്ഞ് നടുഭാഗം ചവിട്ടി, അത് കഴിഞ്ഞാണ് ടോസിൻ്റെ ഭാഗം വരിക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നടന്നു നീങ്ങുക. അപ്പോൾ ഇപ്പോൾ ഫ്ലാറ്റ് ഫുഡിലാകുമ്പോൾ അത് നടക്കില്ല. ഇപ്പോഴും നമ്മൾ ഫ്ലാറ്റായിട്ട് ഒരേപോലെ ആയിരിക്കും വെക്കുന്നത്. അപ്പം പ്രഷർ പോയിൻറ്റ്സ് വ്യത്യാസം ഉണ്ടാകും. അപ്പം പ്രഷർ പോയിൻ്റ് എവിടെയാണ് കൂടുതലായിട്ട് വരുന്നത്, അവിടെയാണ് നമുക്ക് മുറിവ് വരാനും ഒരു കാലസ്, ഒരു കട്ടിയായിട്ട് ഒരു തഴമ്പ് പോലെ വരാനും, സ്കിന്ന് കട്ടിയായിട്ട് അതിൻ്റെ അടിയിൽ നമുക്കൊരു റെഡ്നെസ് ആദ്യം വരും, ചിലപ്പോൾ ഒരു ബ്ലബ് പോലെ വരും, ചിലപ്പോൾ ഒരു കളർ ചേഞ്ചൊക്കെ ആയിരിക്കും വരിക, ഒരു പെയിനൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ പുറമേ നോക്കുമ്പോൾ സോൾ ഓക്കെയാണ്, അതായത് കട്ടിയുള്ള സ്കിൻ, ഡെഡ് സ്കിൻ നോക്കുമ്പോൾ ഓക്കെയാണ്. പക്ഷേ അകത്തുനിന്നൊരു വിങ്ങുന്ന വേദന വന്നിരിക്കുക. നമ്മൾ എക്സ്പ്ലോർ ചെയ്ത കാലസ് അല്ലെങ്കിൽ കട്ടിയുള്ള സ്കിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ മാത്രമായിരിക്കും നമുക്കകത്ത് വലിയൊരു മുറിവുണ്ടെന്ന് മനസ്സിലാകാം. അപ്പോൾ അത് ഒഴിവാക്കാം. നമ്മൾ ഈ പ്രഷർ പോയിൻറ്റ്സിൽ വരുന്ന അൾസേഴ്സ്, അതായത് നമ്മൾ നോർമൽ അല്ലാതെ ഇപ്പം പ്രത്യേകിച്ച് ചെരുപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ വരാം. നമ്മൾ പ്രോപ്പറായുള്ള ഫുഡ് വെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഡയബറ്റിക് രോഗികൾ. അപ്പം ചിലർ നമ്മൾ ഷൂസ്, ടൈറ്റുള്ള ഷൂസ് ഉപയോഗിക്കുന്നു. ചിലപ്പം പ്രോപ്പറായിട്ട് പ്രഷർ വ്യത്യസ്തമായ രീതിയിൽ ഓരോ പോയിൻറ്റിലേക്ക് നമ്മൾ കാലിൻ്റെ അല്ലെങ്കിൽ ബോഡിയുടെ വരുമ്പോഴത്തേനും അവിടെ ഒരു അൾസർ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഓഫ് ലോഡിങ് എന്ന് പറയും. ആ പ്രഷർ വരുന്ന പോയിൻറ്റ് പ്രഷർ വരാതെ നമ്മൾ ഓഫ് ലോഡ് ചെയ്യുന്നു. അതിന് പ്രത്യേകം നമ്മൾ ചില സോൾസ്, കസ്റ്റം ഇൻസോൾസ്, പ്രത്യേക ചെരുപ്പിന് ഷൂവിൻ്റെ അകത്ത് പ്രത്യേക ടൈപ്പുള്ള സോളുകൾ പ്രഷർ വരാതെ ഉപയോഗിക്കാറുണ്ട്. 2 ടോട്ടൽ കോണ്ടാക്ട് കാസ്റ്റ് എന്ന് പറയും, TCC. അതായത് നമ്മൾ കാല് അല്ലെങ്കിൽ ഫ്രാക്ചറായി കഴിഞ്ഞിടുന്നൊരു കാസ്റ്റ് പോലെ നമ്മൾ ആ അൾസറിൻ്റെ ഭാഗം നമ്മൾ കാസ്റ്റ് ഇട്ടേച്ച് വെട്ടി അവിടെ ഫ്രീ ആക്കുന്നു. അപ്പോൾ അത് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമുക്കവിടെ മരുന്ന് വെക്കാനും ഡ്രസ്സിങ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ടോട്ടൽ കോണ്ടാക്ട് കാസ്റ്റാണ് അത് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രഷർ അൾസറിന് അപ്പോൾ നമ്മൾ കാലിൻ്റെ അടിയിൽ പ്രഷർ ഒരു പോയിൻറ്റിലോട്ട് വന്നപ്പോഴത്തേന് അവിടെ ഒരു കാലസ് വന്നു, ഒരു തഴമ്പ് വന്നു, അതിൻ്റെ അടിയിലൊരു മുറിവ് വന്നു. അത് നമ്മൾ ഡീബ്രൈഡ് ചെയ്തു. അപ്പം ഡീബ്രൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കരിയുന്നില്ല. കരിയാവുന്ന നമ്മൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യ ലെവൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോണ്ടാക്ട് കാസ്റ്റാണ്. അപ്പോൾ ടോട്ടൽ കോണ്ടാക്ട് കാസ്റ്റ് നോർമൽ നമ്മൾ ഫ്രാക്ചർ എന്നൊരു കാസ്റ്റ് ഇട്ടേച്ച് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഓപ്പണാക്കി നമ്മൾ ഡ്രസ്സ് ചെയ്ത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അവിടെ നടക്കുമ്പോൾ നമ്മൾ കാസ്റ്റ് വെച്ച് നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് അവിടെ പ്രഷർ വരുന്നില്ല, സൈഡുകൾക്കിടെ പ്രഷർ വരുന്നു. അപ്പോൾ വൂണ്ടയിലൂടെ പ്രഷർ വരാതെ ഹീലിംഗ് ആക്സലറേറ്റ് ചെയ്യും. നമ്മൾ പ്രോപ്പറായിട്ട് ഡിബ്രൈഡ് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കൾച്ചർ പ്രകാരം ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് അതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ്. അപ്പം പലപ്പോഴും നമ്മുടെ അടുത്ത് രോഗികൾ വരുമ്പം ഈ കാസ്റ്റിന് അങ്ങനെ ആരും ബില്ലിങ്ങില്ല. കാരണം കാല് ഫ്രാക്ചറായപ്പോൾ നമ്മളൊരു കാസ്റ്റ് മുട്ടിന് താഴെ പാദങ്ങൾ കൂട്ടി ഇട്ട് കൊടുക്കുമ്പോഴത്തേനും അത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് പുതിയ മെറ്റീരിയൽസ് ഉണ്ട്, അതിലേക്ക് ആ വെയിറ്റ് കുറഞ്ഞുകൊണ്ട് അപ്പം കുറച്ച് വെയിറ്റ് ഉണ്ടാവും. എന്തായാലും നമ്മളൊരു 5 കിലോ 8 കിലോ ഒക്കെ വെയിറ്റ് വേണം, അത് നമ്മൾ പൊക്കിക്കൊണ്ട് പോകണം. മനസ്സിലായില്ല, വെയിറ്റ് കുറഞ്ഞിട്ട് മെറ്റീരിയൽ ഇപ്പോൾ ഉണ്ട്. അപ്പം പലപ്പോഴും അത് രോഗികൾ എനിക്ക് വേണ്ട എന്ന് പറയും. എന്നാൽ അതാണ് അതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ്. പിന്നെ നമ്മൾ പ്രോപ്പറാണ് വാക്കേഴ്സ് ഉണ്ട്. ഇതേപോലെ ഓരോ പേഷ്യൻസിന് പറ്റിയ വാക്കേഴ്സ്, നമ്മൾ മുട്ട് വരെ നമുക്ക് എങ്ങനെ ബെൽക്രോ വെച്ച് കെട്ടാന്ന് വാക്കേഴ്സ് ഉണ്ട്, അപ്പോൾ ഓഫ് ലോഡ് ചെയ്യാൻ വേണ്ടി. പിന്നെയുള്ളത് കസ്റ്റം ഇൻസോൾസ്, പിന്നെയുള്ള പ്രോപ്പർ ഫുഡ് വെയർ, നമ്മൾ ഓർത്തോട്ടിക്സ്. അപ്പോൾ അതിനുള്ള ഫുഡ് വെയർ ടെക്നീഷ്യന്മാരെ കാണിച്ചിട്ട് കാലിൻ്റെ അളവൊക്കെ എടുത്തിട്ട് എവിടെയാണ് പ്രഷർ പോയിൻ്റ് ഉള്ളത് അവിടെ നമ്മൾ പ്രഷർ വരാത്ത രീതിയിൽ സോളയിൽ അല്ലെങ്കിൽ ചെരുപ്പയിൽ നമ്മൾ അതനുസരിച്ചുള്ള കട്ടിയുള്ള സോളുകൾ കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ നടന്നു കഴിയുമ്പോഴത്തേനും കോണ്ടാക്ട് കാസ്റ്റോ അല്ലെങ്കിൽ പ്രോപ്പർ ഫുഡ് വെയർ ഉപയോഗിച്ച് നടക്കുകയാണെങ്കിൽ ഈ മുറിവ് പെട്ടെന്ന് കരിയാൻ സഹായിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഒരു പ്രഷർ അൾസറാണ്, കാലിൻ്റെ അടിഭാഗത്താണ്. അത് പ്രോപ്പറായുള്ള ഫുഡ് വെയർ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ആ ഫുഡ് വെയർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് മാറ്റാൻ പറയുന്നു. നമ്മൾ അതിന് പേഷ്യൻ്റ് ടോട്ടൽ കോണ്ടാക്ട് കാസ്റ്റും ഇട്ട് ചോദിക്കുന്നു. അത് അതിന് ബില്ലിങ് അല്ലെങ്കിൽ പേഷ്യന് പറ്റിയ ഫുഡ് വെയർ, ഓർത്തോട്ടിക്സ്, അതിൻ്റെ ടെക്നീഷ്യനെ വിളിച്ചിട്ട് നമ്മൾ അളവെടുത്തിട്ട് ആ പ്രഷർ അവിടെ വരാത്ത രീതിയിലുള്ള ഇൻസോളോ അല്ലെങ്കിൽ അതിനെ പറ്റിയ ഒരു ചെരുപ്പോ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് ഉപയോഗിച്ചാൽ മാത്രമേ ഈ പ്രഷർ അൾസർ മാറുള്ളൂ. പലപ്പോഴും ഫ്ലാറ്റ് ഫുഡിൽ നമ്മൾ ആ പ്രഷർ വരുന്നത്, നമുക്ക് ആ ഫുഡിൻ്റെ പ്രഷർ വരുന്നത് ചില പ്രത്യേക പോയിൻറ്റ്സിനായിരിക്കും. അവിടെ ഡയബറ്റിക് പേഷ്യൻസ് നമ്മൾ ശ്രദ്ധിക്കാതെ നടന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ചപ്പൽ ഉപയോഗിച്ചില്ല, നോർമൽ ചപ്പൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് അൾസർ വരാനും അത് കരിയാനും ഒരുപാട് പാടുവരും. പലപ്പോഴും നമ്മൾ കാണുന്ന പലരും ഇതുമായിട്ടങ്ങ് നടക്കും. അവർ ഈ പറയുന്ന ചെരുപ്പ് ഉപയോഗിക്കില്ല, പുറത്ത് പോകുമ്പോൾ അവർക്ക് വേണ്ട ചെരുപ്പ് ഉപയോഗിക്കും. അപ്പോൾ അങ്ങോട്ട് വീണ്ടും പ്രശ്നമൊന്നുമില്ല, ചുമ്മാ ഒന്ന് കെട്ടി വെച്ചുകൊണ്ട് നടക്കും, ഒരു പാഡൊക്കെ വെച്ച്. പക്ഷേ അതുകൊണ്ട് മുറിവ് കരിയില്ല.
അപ്പോൾ അതിന് ആദ്യമേ വേണ്ടത് നമ്മൾ പ്രഷർ അൾസർ ആണെങ്കിൽ ഓഫ് ലോഡിംഗ് ആണ് പ്രൈമറി ഇമ്പോർട്ടൻസ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ടോട്ടൽ കോണാറ്റ് കാസ്റ്റ് ആണ്. പിന്നെ പ്രോപ്പർ വാക്കേഴ്സ് ഉപയോഗിക്കാം, പ്രോപ്പർ ഫുട്വെയർ ഉപയോഗിക്കാം, കസ്റ്റം ഇൻസോൾസ് ഉപയോഗിക്കാം. ഇത്തരം സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഓഫ് ലോഡിങ് നമ്മൾ ചെയ്ത് പ്രഷർ അൾസർ എത്രയും നേരത്തെ നമുക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും. താങ്ക് യു.